ഞാനൊക്കെ ഇപ്പോൾ സിനിമയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് തന്നെ 10-30 വർഷത്തിലധികമായിട്ടുണ്ട്. അപ്പോൾ അന്നുമൊക്കെ ഇത്തരം ഒരുപാട് ആരോപണങ്ങൾ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ അത് അന്തരീക്ഷത്തിലുള്ള ഒരു ഇതാണ്. പലതും നമ്മൾ വിചാരിക്കുന്നത് അതൊക്കെ ഒരു ഊഹാപോഹമോ അല്ലെങ്കിൽ ഭാവനയിൽ സൃഷ്ടിച്ച ചില കഥകളോ ഒക്കെ ആകാം എന്നൊക്കെയാണ് ധരിച്ചിട്ടുള്ളത്. ആ സിനിമ എനിക്ക് ഒരുപാട് സ്ത്രീകളുമായിട്ട് സൗഹൃദമുണ്ട്, നല്ല സുഹൃത്തുക്കളുണ്ട്. പക്ഷെ അവരാരും ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങളോടൊന്നും വ്യക്തപരമായിട്ട് അതൊന്നും പറഞ്ഞിട്ടില്ല. അത് നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ ഒരു ഇതാണ് കാര്യം. മറ്റൊരാളോടൊക്കെ ഇങ്ങനെ തുറന്ന് പറയുന്നതിനൊക്കെ ഉള്ള ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ ജസ്റ്റിസ് ഹേമയുടെ മുമ്പിൽ അവർ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു. അതൊരു ജസ്റ്റിസ് എന്ന നിലയ്ക്ക് തന്നെ അവരുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഇത് അവർക്ക് യാതൊരു മുൻധാരണകളോ മുൻവിധികളോ ഒന്നും ഉള്ളതില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് വസ്തുത തന്നെയാണ്. അപ്പോൾ അത് സർക്കാർ അതിൻ്റെ മേൽ ഉള്ള നടപടികളിലേക്കാണ് കടക്കുന്നത്. ഇപ്പോൾ ഒരു പുതിയ പല വെളിപ്പെടുത്തലുകളുടെയും അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഒരു അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനകത്തെ റിപ്പോർട്ടിൻ്റെയൊക്കെ ഒരു പല മൊഴികളും ഒക്കെ ചിലപ്പോൾ ഈ ഒരു അന്വേഷണത്തിൻ്റെ പരിധിയിലും ചിലപ്പോൾ ഗവൺമെൻറ് അത് ഉൾപ്പെടുത്തുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം വ്യക്തമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ സ്ത്രീകൾ അവർക്കിങ്ങനെയൊക്കെയുള്ള ഒരു അനുഭവം ഉണ്ടായില്ല. ഇതൊരു മുൻകാലങ്ങളെ പോലെയൊന്നും അല്ലല്ലോ. ഇപ്പോൾ വളരെ സ്ത്രീകൾ പുരുഷന്മാരോടൊപ്പം ആ ഒരു തുല്യത നേടിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. കാര്യം നമ്മളെ ഒരു കാലഘട്ടത്തിൽ സ്ത്രീകൾ എല്ലാ രംഗത്തും പുരുഷന്മാരോടൊപ്പമുണ്ട്. അപ്പോൾ അവർക്ക് ഇങ്ങനെയുള്ള മൊഴികൾ നൽകിയിട്ട് അവരെങ്ങനെ മറഞ്ഞിരിക്കുകയല്ല. അവർ നിർഭയമായിട്ട് അഥവാ പരാതിപ്പെടേണ്ട ഇത് ഉണ്ടെങ്കിൽ അവിടെയൊക്കെ അത് പരാതിപ്പെടുകയും കൃത്യമായിട്ട് ആര്, എങ്ങനെ, എവിടെ വെച്ച്, എന്താണ് സംഭവിച്ചത് കൃത്യമായിട്ട് അവർ തുറന്ന് പറയണം. അതിനുള്ള ആർജവം കാണിക്കണം. ഇപ്പം തന്നെ നമ്മുടെ നടിയാക്രമിക്കപ്പെട്ട ആ വിഷയത്തിൽ അവർ ഒരു പക്ഷേ ഇത് രംഗത്ത് വരാതിരുന്നുവെങ്കിൽ ആ ഒരു കേസ് ഏത് രീതിയിലാകുമായിരുന്നു എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഒരു വലിയൊരു ക്രിമിനൽ ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണ്. അപ്പം അത് അവരൊരു ധീരമായിട്ട് മുന്നോട്ട് വന്നതുകൊണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും സ്ത്രീകളെങ്ങനെ എന്തെങ്കിലും ഒരു ദുരനുഭവം ഉണ്ടായാൽ അവരിങ്ങനെ ഒളിച്ചിരുന്ന് അപമാനഭാരത്താൽ അല്ലെങ്കിൽ എന്തിനെയൊക്കെ ഭയന്നിങ്ങനെ ഒളിച്ചിരിക്കേണ്ടവരല്ല. അങ്ങനെ ഒരു സാമൂഹ്യ സാഹചര്യവുമല്ല. ഇത് കേരളമാണ്. കേരളമെന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലും മാതൃകയാണ്. ഇവിടെ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ കാര്യത്തിലായാലും സ്ത്രീ മുന്നേറ്റങ്ങളുടെ കാര്യത്തിലായാലും സ്ത്രീകളുടെ പോരാട്ടങ്ങളുടെ കാര്യത്തിലായാലും ഏറ്റവും വലിയ മാതൃകയായിട്ടുള്ള സംസ്ഥാനമാണ്. അപ്പോൾ ഇവിടെ നിർഭയമായിട്ട് സ്ത്രീകൾ മുന്നോട്ട് വരണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അതും ഉണ്ട്. അതും ഒരു വസ്തുത തന്നെയാണ്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള വസ്തുതയാണ്. കാര്യം ഇത് എന്താണ്, ഇപ്പോൾ ഒരു പവർ ഗ്രൂപ്പിനെ കുറിച്ചൊക്കെ ഇതിനകത്ത് ചില പരാമർശങ്ങൾ കണ്ടു. എൻ്റെ ഒരു വ്യക്തിപരമായ അനുഭവത്തിൽ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിട്ടൊന്നും നമുക്കൊന്നും അറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ ഈ പുതിയ കാലത്ത് എത്രയോ പുതിയ കുട്ടികളുടെ സിനിമകൾ വലിയ വിജയമായിട്ട് മാറുന്നു. അങ്ങനെയുള്ള ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സ് ആയിരുന്നാലും പ്രേമലു ആയിരുന്നാലും അതേപോലെയുള്ള ഒരുപാട് സിനിമകൾ. അപ്പോൾ ഒരു സിനിമ എന്ന് പറയുന്നത് അങ്ങനെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൻ്റെ നിയന്ത്രണത്തിലാണെങ്കിൽ ഇത്തരം സിനിമകളൊന്നും മലയാളത്തിൽ സംഭവിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ എങ്കിലും ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ ഒരു സിനിമയിൽ അത് നിർമ്മിക്കുന്ന നിർമ്മാതാവിന് ആ സിനിമയിൽ ഒരു മേൽക്കൈ ഉണ്ടാകാം. അവിടെ സംവിധാനം ചെയ്യുന്ന സംവിധായകന് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിനൊരു മേൽക്കോയ്മയുണ്ട്. അതിലെ പ്രധാന താരത്തിന് തീർച്ചയായിട്ടും ഒരു മേൽക്കോയ്മയുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു അധികാരത്തിൻ്റെ ഒരു ഇതിനകത്തുണ്ടാകും. അവരുടെയൊക്കെ ചില ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ ഒരു സിനിമയുടെ കാസ്റ്റിങ്ങിലും ഒക്കെ അതൊക്കെ പ്രതിഫലിക്കാം. അല്ലെങ്കിൽ ഒരു സിനിമയിൽ ആരൊക്കെ വർക്ക് ചെയ്യണം എന്നൊക്കെയുള്ള ഒരു പ്രൊഡ്യൂസറിലേക്ക് തീരുമാനം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇത് ഉണ്ടാകാം എന്നല്ലാതെ ഒരു യഥാർത്ഥ ഒരു കലാകാരനെ എന്നും ആർക്കും ഒരിക്കലും അങ്ങനെ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ ഒഴിവാക്കാനോ ഒന്നും പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ആരാ? അല്ല, അതാണ് അതിനകത്ത് ഞാൻ പറഞ്ഞില്ല. ഇവരുടെയൊക്കെ തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു പണം മുടക്കുന്ന അയാൾക്ക് ഇഷ്ടമുള്ള കുറേ ആൾക്കാരെ ഈ സിനിമയിൽ വെക്കുക എന്നൊക്കെ പറയുന്നത് അയാളുടെ സ്വാതന്ത്ര്യമാണ്. അതിനകത്ത് നമുക്ക് എന്താ പറയാൻ പറ്റും? പക്ഷെ അതുകൊണ്ട് മാത്രം സിനിമയെ മുഴുവൻ അവരാണ് നിയന്ത്രിക്കുന്നതെന്ന് പറയുന്ന അങ്ങനെ ഒരു കാടടച്ച് വെടിവെക്കുന്ന ഒരു രീതിയോടെ എനിക്ക് യോജിപ്പില്ല. കാര്യം നമുക്ക് ഉണ്ടാകാം എവിടെയെങ്കിലുമൊക്കെ അങ്ങനെയുള്ള അധികാര കേന്ദ്രങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകാം. അത് മുമ്പുമുണ്ട്, ഇപ്പോഴുമുണ്ട്. അതൊക്കെ ഗവൺമെന്റിന്റെ തീരുമാനമാണ്. അത്തരം കാര്യങ്ങളൊന്നും കുറിച്ചൊന്നും ഞാനല്ല പറയുന്നത്. അല്ല, അത് തീർച്ചയായിട്ടും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആരോപണമുള്ള ആൾക്കാരോടൊപ്പം ഈ വേദി പങ്കിടാൻ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരത് പറയണം. ഒരു കാര്യം ഇത് കോൺക്ലേവിനെ കുറിച്ചാണ് താങ്കൾ ചോദിച്ചത്. സിനിമാ കോൺക്ലേവ് എന്ന് പറയുന്നത് സിനിമാ നയത്തെക്കുറിച്ച് സമഗ്രമായ ഒരു സിനിമാ നയം രൂപീകരിക്കുന്നതിന്, അത് സിനിമയുടെ നവീകരണത്തിന്, സിനിമയുടെ ഗുണപരമായ മാറ്റത്തിന്, നിലവിലുള്ള സിനിമയുടെ ഇത്തരം ചില അവസ്ഥകൾക്ക്, ചില പുഴുക്കുത്തുകൾക്കൊക്കെ പരിഹാരമുണ്ടാക്കാൻ വേണ്ടി ഏറ്റവും സദുദ്ദേശത്തോടു കൂടി ഗവൺമെൻറ് നടത്തുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അതിനെ ബഹിഷ്കരിക്കുകയല്ല, അതിനോട് സഹകരിക്കുകയും
അവർക്ക് എന്തെങ്കിലും അഭിപ്രായ ഭിന്നതകളുണ്ട്, അല്ലെങ്കിൽ ആരോടെങ്കിലും ഒപ്പം അവർക്ക് ഇത് വേദി പങ്കിടുന്നതൊക്കെ വിഷമമുണ്ടെങ്കിൽ അവർക്കത് പറയാം. അവരെയൊക്കെ തീർച്ചയായിട്ടും അത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. സാംസ്കാരിക വകുപ്പ് മന്ത്രിയും ഒക്കെ അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണം. അങ്ങനെ ഒരു ആരോപണ വിധേയരൊക്കെ ഇതിനകത്ത് വരണമോ എന്നൊക്കെയുള്ള ഇപ്പോൾ WCCയുടെ ഒക്കെ അങ്ങനെയുള്ള ആവശ്യങ്ങൾ വന്നിരിക്കുന്നു. തീർച്ചയായിട്ടും അത് അവരുടെ ഒരു ന്യായമായ ഒരു കാര്യം തന്നെയാണ് അവർ പറയുന്നത് എന്ന് തന്നെയാണ് എൻ്റെ ഒരു അല്ല, പാർട്ടിയുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പാർട്ടിയോട് ചോദിക്കുക, സർക്കാരിൻ്റെ കാര്യം സർക്കാരിനോട് ചോദിക്കുക. ഇതിപ്പോൾ ഇതിനകത്ത് അല്ല, അതാണ് എൻ്റെ ഒരു ഇത് അറിവിലും എൻ്റെ ഒരു ഇതിനകത്തുള്ള കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റും. തീർച്ചയായിട്ടും അല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞു. ഇങ്ങനെയുള്ള അനുഭവങ്ങളെക്കുറിച്ചൊന്നും ആരും നമ്മളോട് നേരിട്ടൊന്നും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഈ പറയുമ്പോഴാണ് നിങ്ങളെപ്പോലെ ഞാനും അറിയുന്നത്. ഞാനൊക്കെ സിനിമയിൽ അഭിനയിക്കുന്ന കാലത്ത് പോയി അഭിനയിക്കും, നമ്മുടെ പ്രതിഫലം പറ്റും, വരും, പിന്നെ എൻ്റെ ഡബ്ബിങ്ങിന് പോകും എന്നല്ലാതെ ഇതിൻ്റെ മറ്റു കാര്യങ്ങളിലൊന്നും നമ്മളൊന്നും ഇടപെട്ടിട്ടില്ല, ഇടപെടാറുമില്ല, അതിൻ്റെ ആവശ്യമില്ല. ഒരിക്കലുമില്ല. അത് ഞാനും കൂടി അതിനകത്തൊരു ഉത്തരവാദിയാണെന്ന് ഞാൻ പറയും. കാര്യം ഞാൻ പൊതുവേ ഒരു കുറച്ചൊരു അലസമായി ഒരു സമ്മർദ്ദങ്ങളും ഇല്ലാതെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതിൻ്റെ ഒരു വ്യക്തിപരമായ കുറച്ച് കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. അത് ഞാൻ പല ഇൻ്റർവ്യൂകളിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അല്ല എന്നെ ആരും ഒഴിവാക്കിയതോ ഞാൻ ഒഴിവാക്കപ്പെട്ടതോ. ഇപ്പോഴും എനിക്ക് സിനിമകൾ വരുന്നുണ്ട്, പലതും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ അക്കാഡമിയുടെ ഒരു ചുമതല കൂടിയൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വന്ന പല സിനിമകളിലും അഭിനയിക്കേണ്ടിയിരുന്നു, അത് പറ്റാതെ വന്നു. അതൊക്കെ നമ്മുടെ ഒരു വ്യക്തിപരമായ കാര്യമാണ്. അല്ലാതെ എന്നെ ആരും ഒഴിവാക്കിയെന്ന് ഞാൻ പറയില്ല. തീർച്ചയായിട്ടും സ്ത്രീകൾ എല്ലാ അർത്ഥത്തിലും ഇപ്പോൾ ഒരു ജെൻഡർ ഇക്വാലിറ്റിയെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളിൽ അവരൊക്കെ വരേണ്ടതാണ്. തീർച്ചയായിട്ടും എനിക്കങ്ങനെ അഭിപ്രായമൊന്നുമില്ല. അങ്ങനെ ഒരു അഭിപ്രായമൊന്നും എനിക്കില്ല. ഏറ്റവും അർഹതപ്പെട്ട ആൾക്കാർ അങ്ങനെയുള്ള സ്ഥാനങ്ങളിൽ വരണം, അത്രയേ ഉള്ളൂ. അത് സിനിമയോടുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടാകണം. സിനിമയെക്കുറിച്ചുള്ളൊരു ചില ധാരണകളും ബോധ്യങ്ങളും ഒക്കെയുള്ള ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കുള്ള ക്ഷേമങ്ങൾ ഉറപ്പാക്കുക. ഇപ്പോൾ ഒരു ചെയർമാൻ എന്ന് പറയുന്നത് അതൊരു ആലങ്കാരിക പദവിയല്ല. ഈ പ്രത്യേകിച്ചും ചലച്ചിത്ര അക്കാദമിയെ സംബന്ധിച്ചിടത്തോളം നിരവധിയായ കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. എനിക്കറിയാത്തൊരു കാര്യം ഞാൻ പറയുന്നത് ശരിയല്ല. അത്തരം കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഇവിടെ അർഹതയുള്ള ആൾക്കാർ വരട്ടെ, അവർ വരണം എന്ന് ഞാൻ പറഞ്ഞില്ല. അങ്ങനെ ഒരു പദം ഞാൻ പറഞ്ഞില്ല. മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞില്ല.